ചോറ് കഴിച്ചാ? കഴിച്ച്. നീ ഇന്നലെ കഴിച്ചോ? എപ്പം ചെന്ന്? ഓ. ഇന്നലെ ഞാൻ പിന്നെ അവിടുന്ന് ഇറങ്ങി നേരെ അങ്ങ് വീട്ടിലോട്ടാ പോന്നെ. ചേച്ചി വല്ലതും ചോദിച്ചോ എന്താ താമസിച്ചെന്നല്ലോ? ചോദിച്ചൊന്നുമില്ല. പിന്നെ ഇന്നലെ സത്യത്തിൽ എന്റെ റൂമിന്റെ രണ്ടാമത്തെ വെട്ടം കണ്ടപ്പോ ഞാൻ ശവം എണീച്ചാന്ന് അത് വിചാരിച്ചത്. അപ്പുറത്തവരെ ആ ടൈമൊക്കെ ആകുമ്പോ ഒന്ന് എണീക്കും. അതിന്റെ വെട്ടാ ഞാൻ അന്നേരം പറഞ്ഞില്ല, പേടിക്കണ്ട, അങ്ങേര് നല്ല ഉറക്കമാണെന്ന്. നീ എന്ത് എന്റെ ഭർത്താവ് അങ്ങേര് അവിടെ കളിച്ചാലേ അറിയത്തുള്ളൂ. അതെന്താ, നല്ല ഫിറ്റായിട്ടല്ലേ ഇന്നലെ കയറി വന്നേ. ആ കൂട്ടത്തില് ഒരു ബോധമില്ല അങ്ങേർക്ക്. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആനകുത്തിന്ന് പറഞ്ഞാൽ അങ്ങേര് എണീക്കയില്ല. നിന്റെ സൗണ്ട് വെപ്പ് കാരണം ഞാൻ പേടിച്ചിട്ടാ ഞാൻ പറഞ്ഞ അപ്പുറത്തെ റൂമിൽ കേട്ടിട്ട് കിടക്കാം. എങ്ങനെ സൗണ്ട് വെക്കാണ്ടിരിക്കും? നിങ്ങളെന്തിനു കളിയായിരുന്നു? എന്റെ ഭർത്താവ് പോലും ഇങ്ങനെ കളിക്കില്ല. അപ്പോഴും പിന്നെ സൗണ്ട് വെക്കാതിരിക്കാൻ പറ്റും? എന്നാലും എന്തൊരു ഉറക്കോടി അവൻ. അതൊന്നും നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ലേ? അതുകൊണ്ട് നന്നായിട്ട് കളിക്കാൻ പറ്റി. ഞാൻ ആദ്യം വിചാരിച്ചിനി അവൻ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് പിന്നല്ലാതെ പിന്നെ പറഞ്ഞ അപ്പുറത്തെ റൂമിലോട്ട് പോകാന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൈറ്റ് ഇല്ലാതെ തന്നെ ഒന്ന് കാണും വേണം. എന്റെ റൂം അവിടെ ഇട്ട് ലൈറ്റ് ഇട്ട് എന്നിട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ സാമാനം തന്നെ നിന്റെ എല്ലാം നീ പ്രായക്കാത്തിട്ട് ഒതുക്കി വെച്ചേക്കുവായിരുന്നു. നിങ്ങളെ മുമ്പും കണ്ടിട്ടുണ്ടല്ല, മുമ്പ് നേരിട്ടല്ല, വീഡിയോ കോൾ വഴി കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കാണുന്നത് വലിപ്പം വ്യത്യാസമൊന്നും വീഡിയോ കോളിൽ കാണുമ്പോഴാണോ നേരിട്ട് കാണുമ്പോഴാണോ തോന്നുള്ളത്? നേരിട്ട് കാണുമ്പോ എന്ത് മൊത്തം ഒതുക്കി വെച്ചേക്കുവായിരുന്നു. അന്ന് നമ്മൾ പുറത്ത് വെച്ച് കണ്ട സമയത്ത് എന്ത് ബ്രാ ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അതങ്ങനൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ മഴപ്പിച്ചൊക്കെ വെക്കാം. ഞാൻ പിന്നെ വേറെ ആരും കാണണ്ടല്ലോ എന്ന് കരുതി. ഇത് നല്ല സൈസ് സാധനം അവിടെ എന്റെ രണ്ട് സാധനം പറയുകയാണെങ്കിൽ മഴയാണെങ്കിലും നല്ല പറ്റിയ സാധനം കേട്ടോ. നന്നായിട്ട് ചപ്പി എടുത്തല്ലോ. എടുത്ത് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആരാ പിന്നെ അതിനകത്ത് കളിക്കാനുള്ളത്? എന്റെ പാലൊന്നും പറ്റിയിട്ടില്ലേ ഇതുവരെ? പാല് പറ്റിയില്ലേ? കൊച്ചിന് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങേരാണെങ്കിൽ ഇപ്പോഴും കുടിയുണ്ടോ? അപ്പൊ ഇന്നലെ അവൻ കുടിച്ച ബാക്കിയാണോ ഞാൻ കുടിച്ചത്? അതോ ഇന്നലെ തൊട്ടിട്ടില്ല. വെറുതെ അല്ല, ഒന്നും പാലൊന്നും തീർന്നിട്ടില്ലല്ലോ. പനിയാ. ഈ ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ. ഇന്നലെ പനിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്നലെ പെട്ടെന്ന് പനി പിടിച്ചു. തണുപ്പത്തെ ഇന്നലെ ഇറക്കാൻ വേണ്ടിട്ട് വെളിയിലൊക്കെ ഇറങ്ങി അവിടെ നിക്കുകയൊക്കെ ചെയ്തില്ലായിരുന്നു. അതോ സാധനം വായിൽ തൊണ്ട ഇറങ്ങിയതിന്റെയാണ്. അതിന്റെ തൊണ്ടവേദനയുണ്ട്. പക്ഷേ അതെനിക്ക് പുതുമയല്ലല്ലോ. ഇവിടെ അങ്ങേറ്റത് ഞാൻ ഇറക്കാറുണ്ട്. പക്ഷെ സൈസ് കൂടുതൽ ഇറക്കിയത് നിങ്ങളുടെ തന്നെ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? ഇന്നലത്തെ പറക്കാൻ പറ്റുമോ? പക്ഷെ ഒരു കളിയും കൂടെ കളിക്കായിരുന്നു. 2 മണി കഴിഞ്ഞിട്ട് ഒരു കളിയും കൂടെ കളിക്കായിരുന്നു. 3 കളിയല്ലാതെ ഒരെണ്ണം കൂടെ വേണമെന്നുള്ളത്. അപ്പുറത്ത് ആ വെട്ടം കണ്ടോന്ന് ഞാൻ വിചാരിച്ചിട്ട് ആരെങ്കിലും എണീച്ചതാണെന്ന് പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അപ്പൊ തന്നെ പേടിയില്ലായിരുന്നു. പേടിന്ന് വെച്ച് കഴിഞ്ഞാ പറയാൻ പറ്റുമോ? ആരും പിടിച്ചു കെട്ടി കഴിഞ്ഞാൽ മൂഞ്ചില്ലേ? അതൊക്കെ പേടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇനി വരുന്ന ദിവസം എനിക്ക് കുറച്ച് സങ്കല്പങ്ങളുണ്ട് ആ രീതിയുമായി. അല്ല പിന്നെ പെട്ടെന്നായതുകൊണ്ട് എങ്കിലും കളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?
കളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ മുറ്റ സാധനമാണ്, അടിപൊളി സാധനമാണ്. നീ പ്രസവം നിർത്തിയതല്ലയോ? ഞാൻ കോണ്ടമില്ലാതെ കടിച്ചത്. പിന്നല്ല, പ്രസവമൊക്കെ നിർത്തിപ്പിയാ, പ്രസവമൊക്കെ നിർത്തിയതാ. പാലുള്ളതുകൊണ്ടാണോ എന്റെ സാധനം ഇത്ര നല്ല മുഴുത്തിരിക്കുന്നത്? അങ്ങേര് നന്നായിട്ട് കുടിക്കുന്നുണ്ട്, പിന്നെ കുട്ടിക്കും കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങള് കുടിച്ചപ്പോ പക്ഷെ നന്നായിട്ട് ചുരത്തി വന്നായിരുന്നല്ലോ. വന്നായിരുന്നു, അതാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അതിന്ന് വിടാഞ്ഞത്. നല്ല സുഖമായിരുന്നു. ഇനി എന്നാ? പക്ഷേ കളി കഴിഞ്ഞപ്പോ പെട്ടെന്ന് തീർന്നു നടക്കും. ഇനിയിപ്പോ എന്നാ? ഇനി എന്നാന്ന്? ഇനി നിങ്ങള് പറയും. ഇനി അങ്ങേർക്ക് ജോലിക്ക് പോണം. ഈ ലോഡ് കൊണ്ടുപോകാൻ ചിലപ്പോ ഇനിയിപ്പോ രാത്രിയില് പോണ്ടി വരും. അപ്പൊ അത് മുൻകൂട്ടി അറിയത്തില്ല. സമയാകുമ്പോഴേ അറിഞ്ഞ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. നിങ്ങൾ എപ്പോഴാലും ഫ്രീ ആയിരിക്കത്തില്ലേ? ഇനി വരുന്ന ദിവസം ഇച്ചിരി വേറെ ടൈപ്പ് വേണം. പേടിച്ചും പരത്തിയും കണ്ട് കളിക്കുന്നതിനേക്കാൾ നല്ലത്. പക്ഷേ റൂം മാറിയതിനൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഭർത്താവിന്റെ റൂം അവിടെ കിടന്ന് കളിച്ച അവൻ മണ്ടേ കിടക്കുമ്പോ എങ്ങനെ? അതുകൊണ്ട് നീ ഹോസ്പിറ്റലിലാണ് പോവാണ്ടായിരുന്നു. പോവാം. അത് സാരമില്ല. മരുന്നൊക്കെ കുടിച്ച് ഇവിടെ കൊച്ചിന്റെ സിറപ്പ് ഇരിപ്പുണ്ട്. അപ്പൊ അത് കുടിച്ചാൽ പെട്ടെന്ന് മാറും. ഇന്നലത്തെ കളിയെ ഓർക്കുമ്പോൾ തന്നെ പിന്നെ സാധനം പോകും. നിങ്ങൾ എന്നെയും കൂടെ മൂടാക്കാണ്ടിരിക്കോ? ഞാൻ തമാശ പറഞ്ഞല്ല, മൂടാക്കിയതല്ല. കൊള്ളായിരുന്നു എന്തായാലും. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് കൊറേ നാളുകൊണ്ട് സ്വപ്നം കണ്ട സാധനമല്ലേ, പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെതായിട്ട് ഒരു ആകാംക്ഷയും ഇഷ്ടവും എല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഇത്രയും വിചാരിച്ചില്ല എന്റെ സാധനം. നിങ്ങള് ദിവസം അവിടെ ഇരുന്ന് കൈ പിടിച്ചോണ്ടില്ലേ? ഞാൻ പ്രതീക്ഷിക്കുന്ന എത്ര എല്ലാം ഉണ്ടാവും. അതാ പെട്ടെന്നങ്ങ് വന്നത്. എന്നും കിടന്ന് കൈ വിട്ടാ മതിയല്ലോ, പറ്റത്തില്ലല്ലോ. നല്ല സുഖം ഉണ്ടായിരുന്നു, സ്വർഗം കണ്ടു. എന്തായാലും ഇനി അടുത്തതും ഉണ്ട്, എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. മുഴുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ മുൻകൂട്ടി പറയാൻ പറ്റൂല. ഇതുവരെ ഞാൻ മുൻകൂട്ടി അങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് പറഞ്ഞത്. അത് പക്ഷെ സെറ്റായി. ഇനി എപ്പോഴും അങ്ങനെ സെറ്റാവണമെന്നില്ല. അങ്ങേതിന് ലോഡ് എടുക്കാൻ രാത്രിയിൽ പോണ്ടി വരും, ദൂര സ്ഥലത്ത്. അപ്പം ചിലപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരൂ. നീ വിളിച്ചാ മതി. എന്റെ റൂമിൽ ഇരിപ്പുണ്ട്. നീ വിളിച്ചാ മതി എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാ. അതൊക്കെ ഞാൻ വിളിക്കാം. ഇനി ഇപ്പോഴൊന്നും കാണത്തില്ല. പിള്ളേരെന്ത് പോയോ സ്കൂളില്? പോയി. നിങ്ങളെന്നെ ചതിക്കൂലല്ലേ? ചതിക്കാനാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ. അവിടെ ചേച്ചിക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അവക്ക് സംശയമൊന്നുമില്ല. അത് കാര്യമായി. ഇവിടെ ചേട്ടന് സംശയങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ എപ്പോഴും ഫോണിലേക്ക് ഒന്ന് കൺട്രോൾ ചെയ്തു. അതാ ഞാൻ നിന്റെ അടുത്തും പറഞ്ഞത്, എപ്പോഴുള്ള വിളിയും കാര്യങ്ങളും വേണ്ട. അവളുള്ളപ്പോഴാലും വീട്ടിൽ ഇവളുള്ള സമയത്താണെങ്കിൽ വിളിയും കാര്യങ്ങളും വേണ്ട. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ, ഉള്ളപ്പോ എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാം. പിന്നെ ഇങ്ങനെ പിന്നെ നീ ഓഫീസിൽ പോകാൻ അതിലെ കൂടെ വരുമ്പോഴത്തേക്ക് കാണാമല്ലോ എന്നെ അവിടെ നിൽക്കുന്നത്, കണ്ടൂടെ? അതൊക്കെ മതി. പിന്നെ വരാം, ഇടയ്ക്കിടയ്ക്ക് വരാം. ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും വന്നാ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. എനിക്ക് നിന്റെ ഭർത്താവിന്റെ ഒന്നും കിട്ടുന്നില്ലെന്നല്ലേ കിട്ടുന്നൊന്നും തോന്നില്ല. പിന്നെ എന്നിട്ട് എന്റെ ഒരു ആശ്വാസം. നിങ്ങളുടെ നിന്ന് കിട്ടുമ്പോ നല്ല സുഖല്ലേ?
പിന്നെ ഉം? പിന്നെ എന്തെടുക്കുന്നു? എന്തെങ്കിലും ഇപ്പൊ പറയേ. എന്തെടുക്ക? ഞാൻ കണ്ട നിന്നെ വിളിക്കാൻ വേണ്ടി ടെറസിന് വേണ്ടി ഇവിടെ നിക്കുവായിരുന്നു. ചോറ് കഴിച്ചോ? ചോറൊക്കെ കഴിച്ചു. ഒന്നിടന്ന് ഉറങ്ങാൻ എന്താ ഇന്നലെ ഉറക്ക ക്ഷീണമായിരിക്കല്ലോ ഇന്നലെ കേൾക്കാൻ. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. നീ ഇങ്ങോട്ട് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ലേ? എന്റെ കെട്ടിയുണ്ടെങ്കിൽ ഇനി അത് വിഷയത്തില്ലേ? വേണ്ട വേണ്ട വേണ്ട. എനിക്ക് പെട്ടെന്നൊരു കളിയും കൂടെ വേണം എന്തായാലും. അത് ഞാൻ തരാന്ന്. എന്ത് മോളെന്ന് പറയ്. ആ സുഖം എപ്പോഴും പോകുന്നില്ല എന്റെ വീട്ടിൽ. ഇന്നലെ നിനക്ക് എത്ര വട്ടം പോയി? എന്താ പോയായിരുന്നു ആദ്യത്തേനകത്ത് പോയായിരുന്നു. പിന്നെ അതല്ലേ നിങ്ങളെ കുടിച്ചേ? അതല്ലേ നിങ്ങളെ നക്കി കുടിച്ചേ? വെറുതെ അല്ല കിടന്ന് നല്ല വിളിച്ചത്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എവിടെ? അവര് ഇവിടെ ഷോപ്പിങ്ങിനോ അവിടെ വീട്ടിലോ അങ്ങോട്ടോട്ട് പോന്ന് പറഞ്ഞ കൊച്ചിനും കൊണ്ടങ്ങോട്ട് പോയിട്ടുണ്ട്. പിള്ളേര് കരച്ചില്ല. പിള്ളേരെയും കൊണ്ട് ഇപ്പൊ ഇന്നും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട്. നീ ഫ്രീ ആണോ ഇപ്പം? എന്തെറ്റി? ആണോ? കൊഴപ്പില്ല, കിടക്കുക. എന്തേ? കിടക്കുവാണോ? ഇപ്പൊ വേറെ ആരും ഉണ്ടോ അവിടെ? എന്റെ അമ്മയുണ്ട്. ഒന്ന് വിടാൻ പറ്റുമോ? നിനക്ക് കിഴക്കൊന്നും അറിയില്ല മനുഷ്യ? ഇല്ല. വാ നിനക്ക് നോക്കാം.